എന്തായത്? ഇവിടെ അനക്കവും കാണുന്നില്ലല്ലോ. ഇവൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അമ്മയുടെ പിറന്നാൾ കേമമാണ്, വലിയ ആഘോഷമാണ്, പാട്ടാണ്, കൂത്താണ്. ഇതൊക്കെ തന്നെ ഇവൾ എന്നോടും പറഞ്ഞത്. മക്കളെല്ലാരും കൂടി എന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് വലിയ അഭിമാനവും സന്തോഷമായിരുന്നു. പക്ഷേ ഇന്നെന്റെ പ്രേമൻ എവിടെ? അവന്റെ മുഖമല്ലേ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവൻ എന്നെ മറപ്പില്ലേ? ഇല്ല, മറന്നിട്ടില്ല. മറന്നത് ഞാനാ. വരുന്ന വഴിക്ക് ഞാൻ പ്രേമേന്ദ്രനെ കണ്ടിരുന്നു. എന്തോ ഒരു ബിസിനസ് കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോയാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തരാനായി ഒരു പിറന്നാൾ സമ്മാനം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിങ്ങനെ ഇത് നമ്മൾ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? പ്രേമേന്ദ്രനെ ഏൽപ്പിച്ചതല്ലേ? അതെ. സെറ്റും ഉണ്ടോ? എല്ലാ വർഷവും അവൻ ഇതാ തരാറ്. ഞാനിപ്പോ എന്ത് സമ്മാനം അമ്മയ്ക്ക് തരിക? ഒന്നും കരുതിയിട്ടില്ലല്ലോ. നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷമല്ലേ? ഈ അമ്മയുടെ പിറന്നാൾ ഓർത്തല്ല, അത് മതി. ഏതായാലും മക്കളോടും മരുമക്കളോടും ഒന്നിച്ച് പിറന്നാളും കൊണ്ടാടി ഒരു 100 ആയുസ് അമ്മ ജീവിച്ചിരിക്കട്ടെ. എന്താ എല്ലാരും നോക്കി വയ്ക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഉഗ്രൻ സദ്യ എടുക്കണം. ആ പെണ്ണുങ്ങളെല്ലാം അടുക്കള തന്നെ. നീ എന്താ നോക്കിക്കുന്നത്? നീ പെണ്ണല്ലേ? ചെല്ലടി. അതെ, മറ്റേ കാര്യം ചോദിക്കണ്ടേ? എങ്ങനെ ചോദിക്കാം? എനിക്ക് വിഷമോ? അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ചോദിക്കണ്ട. ശേഖരൻകുട്ടി, നീയാടാ ഈ കുടുംബത്തിലെ വിളക്ക്. ദുഃഖത്തോടെ കടന്നു പോകേണ്ട ഈ ദിവസത്തിന് സന്തോഷം കൊണ്ടുവന്നത് നീയാ. നീ പ്രേമേന്ദ്രനെ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ അമ്മയുടെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചോ? ഇത് മതി. മിസ്റ്റർ പ്രേമേന്ദ്രൻ, ഇത് പതിവ് പ്രോഗ്രാമാണോ അതോ കുറ്റബോധം കൊണ്ടാണോ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. വരൂ. സമ്മതിച്ചു തന്നിരിക്കുന്നു. തന്നെ ഇത്രയും കഠിന ഹൃദയനാക്കാൻ സഹായിച്ച തന്റെ ഭാര്യയും അമ്മായിയമ്മയും. ഒരു കാര്യം ഓർത്തോ, അമ്മയോളം വരില്ല അമ്മായിയമ്മ. അമ്മയുടെ പിറന്നാളെങ്കിലും ഓർമ്മിച്ചെത്തുമെന്ന് കരുതി തനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു തന്റെ അമ്മ. 100 വർഷം തപസ്സിരുന്നാലും അതുപോലെ അമ്മയെ തനിക്ക് കിട്ടില്ല. നിനക്കൊന്നും വേണ്ടാത്ത ആ അമ്മയെ എനിക്ക് തരുമോ? എന്ത് വില വേണമെങ്കിലും തരാം, എത്ര വേണമെങ്കിലും ചോദിച്ചു. പിന്നീട് ഒരിക്കലും അവകാശം പറഞ്ഞിട്ട് വന്നേക്കരുത്. തരില്ല ഞാൻ. ഒന്ന് കാണാൻ പോലും. ബന്ധത്തിന്റെയും സ്വന്തത്തിന്റെയും വില ദിവസങ്ങൾ കൊണ്ട് മറന്ന താൻ നന്നാവില്ല. ആ അമ്മ ഉള്ളൊരു തന്നെ ഒന്ന് ശപിച്ചാൽ ആ ശാപം ഒരു കാലത്തും തന്നെ വിട്ടുപോകില്ല. താൻ മരിച്ചാലും.